Good morning. Today we are going to discuss broad-crested weir problems. In our previous class, we have discussed broad-crested weir in detail. In our today's section, we are going to discuss problems. Here it is the first question for you. A broad-crested weir 10 meter long has a maximum discharge of 10 meter cube per second. Determine the head of water on the upstream side of the weir for this discharge. If coefficient of discharge is 0.62. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വീറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, മാക്സിമം ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഹെഡ് ഓഫ് വാട്ടർ ഹെഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ദി ഗിവൺ ഡാറ്റ. Length of weir L is equal to 10 meter. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാക്സിമം ഡിസ്ചാർജ് 10 meter cube per second ആണ് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD 0.62 ആണ് തന്നിട്ടുണ്ട്. Then we have to calculate head of water. And we are having the maximum discharge formula Q is equal to 1.705 CDL H raised to 3/2. ബ്രോഡ്-ക്രെസ്റ്റഡ് വീറിന്റെ മാക്സിമം ഡിസ്ചാർജിനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് കണ്ടുപിടിക്കാം. Q ഡിസ്ചാർജിന് പകരം 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, which is equal to 1.705 into CD 0.62 into length 10 into H raised to 3/2. From this H raised to 3/2 is equal to 0.945. H raised to 3/2 കിട്ടിക്കഴിഞ്ഞാൽ H എന്തായിരിക്കും വരിക? 0.945 raised to 2/3. ഇവിടെ 3/2 ആണ്, സോ ഇവിടെ വരുമ്പോൾ അത് 2/3 ആയി മാറും. Then we are obtaining head of water is equal to 0.96 meter. Second question, a broad-crested weir of 50 meter long has 70 centimeter height of water above the crest. Calculate the maximum discharge over the weir. Velocity of approach is 1.5 meter per second. Assume coefficient of discharge is equal to 0.62. Neglect end contractions if any. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വീറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഹെഡ് ഓഫ് വാട്ടർ ഹെഡ് തന്നിട്ടുണ്ട്, കൂടാതെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് 1.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് വീർ 50 മീറ്റർ തന്നിട്ടുണ്ട്, L is equal to 50 മീറ്റർ. ഹൈറ്റ് ഓഫ് വാട്ടർ 70 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.7 മീറ്റർ. വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ വാല്യൂ 1.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കാരണം നമുക്കൊരു അഡീഷണൽ ഹെഡ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു അഡീഷണൽ ഹെഡിന്റെ വാല്യൂ HA is equal to എന്തായിരിക്കും? V square A by 2G. VA velocity of approach എന്ന് പറയുന്നതാണ് 1.5. Then 1.5 square divided by 2 into 9.81. Additional head HA is equal to 0.115 meter എന്ന് കിട്ടുന്നു. ക്വസ്റ്റ്യനിലെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.62 ആണെന്നും തന്നിട്ടുണ്ട്. ബ്രോഡ്-ക്രെസ്റ്റഡ് വീറിന്റെ കേസിലുള്ള മാക്സിമം ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ആണ് Q is equal to 1.705 CDL H raised to 3/2. സോ ഈ ഒരു ഇക്വേഷൻ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ H എന്നുള്ളിടത്ത് H plus HA raised to 3/2 minus HA raised to 3/2 എന്നാകുന്നു. സോ ആ ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Qmax is equal to 1.705 CDL H plus HA raised to 3/2 minus HA raised to 3/2. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.705 into CD 0.62 into length 50 into height H 0.7 plus HA 0.115 raised to 3/2 minus HA raised to 3/2, that is 0.115 raised to 3/2. വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിസ്ചാർജ് വാല്യൂ ആണ് 36.82 meter cube per second. Third problem, determine the discharge over a broad-crested weir 20 meter long with a head of 70 centimeter over the crest. CD is equal to 0.95. The width of approach channel is 40 meter and its depth below the crest of weir is 60 centimeter. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക്
നമുക്ക് ബ്രോഡ് ക്രസ്റ്റഡ് വീറിലൂടെയുള്ള ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. വീറിന്റെ ഡയമെൻഷന്റെ കൂടെ ചാനൽ ഡയമെൻഷനും കൂടെ തന്നിട്ടുണ്ട്. സോ ഡിസ്ചാർജ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിഫോർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ഗിവൺ ഡാറ്റാസ്. ലെങ്ത് ഓഫ് വീർ ഈസ് ഗിവൺ ആസ് 20 മീറ്റർ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹെഡ് ഓഫ് വാട്ടർ ഈസ് ഗിവൺ ആസ് 70 സെന്റിമീറ്റർ. 70 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് അതിനെ മീറ്ററിലോട്ട് മാറ്റി കഴിഞ്ഞാൽ 0.7 മീറ്റർ എന്ന് കിട്ടുന്നു. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.95 എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലെ അപ്രോച്ച് ചാനലിന്റെ വിഡ്ത്ത് 40 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് ചാനലിന്റെ വിഡ്ത്ത് ആണ് 40 മീറ്റർ. കൂടാതെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാമത്തിൽ നിന്ന് നമുക്ക് ചാനലിന്റെ ഡെപ്ത് കണ്ടുപിടിച്ചൂടെ? 0.7 മീറ്റർ പ്ലസ് 0.6 മീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് 0.7 പ്ലസ് 0.6 is equal to 1.3 മീറ്റർ. ചാനലിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഈ രണ്ട് ഡാറ്റയും ഉപയോഗിച്ച് നമുക്ക് ചാനലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാം. 40 into 1.3 is equal to 52 മീറ്റർ സ്ക്വയർ. നമ്മുടെ മാക്സിമം ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ആണ് Qmax is equal to 1.705 CDL H raised to 3/2. ആദ്യം നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയുള്ള ഡിസ്ചാർജ് ഇക്വേഷൻ ആണ് എഴുതുന്നത്. ആ ഒരു ഡിസ്ചാർജ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, which is equal to 1.705 into coefficient of discharge 0.95 into length of weir 20 into height raised to 3/2, that is 0.7 raised to 3/2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് വാല്യൂ 18.92 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. അടുത്തതായിട്ട് നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മാക്സിമം ഡിസ്ചാർജ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു മാക്സിമം ഡിസ്ചാർജിനെ ചാനലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. മാക്സിമം ഡിസ്ചാർജിന്റെ വാല്യൂ നമുക്ക് 18.92 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 18.92 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 52 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 18.92 ഡിവൈഡഡ് ബൈ 52 is equal to 0.364 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമുക്ക് കിട്ടിയത് 0.364 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് മൂലമുള്ള അഡീഷണൽ ഹെഡ് കണ്ടെത്താം. which is equal to velocity of approach ന്റെ സ്ക്വയർ divided by 2 into acceleration due to gravity. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെലോസിറ്റി ഓഫ് അപ്രോച്ചിന്റെ വാല്യൂ 0.364, ഇവിടെ സ്ക്വയർ വരുന്നുണ്ട്. സോ സ്ക്വയർ ചെയ്തു, ഡിവൈഡഡ് ബൈ 2 into 9.81. സോ അഡീഷണൽ ഹെഡ് നമുക്ക് കിട്ടുന്നത് 0.00675 മീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അഡീഷണൽ ഹെഡ് കണ്ടെത്തി. ഓക്കെ, ഇക്വേഷൻ എഴുതുന്നു. 1.705 CDL H plus HA raised to 3/2 minus HA raised to 3/2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1.705 into coefficient of discharge 0.95 into length of weir 20 into H plus HA raised to 3/2. That is height 0.7 plus HA 0.00675 raised to 3/2 minus HA raised to 3/2. That is 0.00675 raised to 3/2. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 19.22 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ കിട്ടുന്ന ഡിസ്ചാർജ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 18.92 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്ചാർജിന്റെ വാല്യൂ കൂടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വാല്യൂ 19.22 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. So in our today's section we have discussed 3 problems of broad crested weir. Okay, thank you.